അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പലപ്പോഴും കേട്ട ഒരു വചനാണ് വലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരോട് ചേ എന്ന വാക്കുപോലും പറയരുത് എന്ന്. ഇത് നമ്മുടെ ഉമ്മമാരെക്കുറിച്ച്, മാതാപിതാക്കൾ, ഉപ്പമാർ, ഉമ്മമാർ ഇവരോട് സംസാരിക്കുന്ന ആ ഒരു രീതിയെയും ശൈലിയെയും കുറിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ പ്രയോഗമാണത്. എന്ന് പറഞ്ഞാൽ ചേ എന്ന വാക്കുപോലും പറയരുത് എന്നാണ് ഇതിന് അധിക ആളുകളും അർത്ഥം പറയൽ. ഒരു കാര്യം ഉമ്മ പറയുമ്പോൾ, ഉപ്പ പറയുമ്പോൾ അത് അനുസരിക്കാതെ മുഖം തിരിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവം നമ്മിൽ ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് ഇതിനൊക്കെ അർത്ഥം പറയൽ. എന്നാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട് വലാ തഖുൽ ലഹുമാ ഉഫിൻ. ഉഫിൻ എന്ന് പറയുന്നത് ഏറ്റവും വളരെ ലളിതമായ ഒരു വാക്കാണ്. അറബി ഭാഷയിൽ ഏറ്റവും ലളിതമായ ഭാഷയാണ്, ഒരു വാക്കാണ് ഉഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലളിതമായ വാക്ക് അത്ര ലളിതമായിട്ട് പോലും നീ പറയരുത് എന്ന് അതിന് അർത്ഥം പറയലുണ്ട്. അത്രയും ലളിതമായിട്ട് പറയരുത് എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഒരു കാര്യം ഉമ്മ നമ്മോട് പറയണം. ആ പറയുന്ന സമയത്ത് അവരോട് അതെനിക്ക് കഴിയാത്തൊരു വിഷയം, പൂർണ്ണമായി എനിക്ക് 100% അത് ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു വിഷയം നമ്മോട് പറയുമ്പോൾ അതെനിക്ക് കഴിയൂല, എനിക്കത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എനിക്ക് കഴിയൂല എന്നുള്ളത്, അത് പ്രയാസമല്ലേ എന്നുള്ള ആ ഒരു ലളിതമായ താഴ്മതയോടുള്ള വാക്ക് തിരിച്ചു ഉമ്മയോട് പറയുക എന്നുള്ളത് അങ്ങനെ പോലും നീ പറയരുതേ എന്നാണ് അതിനർത്ഥം എന്ന് ഈ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയണം. പിന്നെ മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഉമ്മ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ വലിയ ഭാരമുള്ള 100 കിലോ ഭാരമുള്ള ഒരു വസ്തു ചുമക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മല കാണിച്ചെന്നിട്ട് അത് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഉദാഹരണം പറയാണ്. കൊണ്ടുവരാൻ പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അത് എനിക്ക് കഴിയൂല, നിങ്ങൾക്ക് അറിയില്ല, പിന്നെ എന്തിനാണ് എന്നോട് ഉണ്ടോ? നമ്മളൊരു താഴ്മതയുള്ള വാക്കാണ് പറയണത്, പക്ഷേ അതുപോലും പറയരുത് എന്നാണ്. അപ്പം എന്ത് ചെയ്യണം? അവിടെ നാം അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം, അത് എടുക്കാൻ വേണ്ടിയിട്ട് നാം പോകണം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കത് കഴിയില്ല എന്ന് ഉമ്മാക്ക് ബോധ്യപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ തിരിച്ച് കഴിയൂല എന്ന് താഴ്മതയോടുകൂടെ പറയലും പറ്റൂല എന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ ആ ഒരു ജീവിതം, ആ ജീവിതത്തിൽ നമുക്കൊരുപാട് നേടിയെടുക്കാനുണ്ട്. ഉമ്മമാരുടെ മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി കാന ലഹു സിത്റം മിനന്നാർ. ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഒരു തവണ ഒരാൾ ചുംബിച്ചു കഴിഞ്ഞാൽ കാന ലഹു സിത്റം മിനന്നാർ, അത് നരകത്തിൽ നിന്ന് വലിയൊരു മറയായിട്ടാണ് അവർക്ക് അത് സംഭവിക്കുന്നത്. നരകത്തെ തൊട്ടുള്ള ഏറ്റവും വലിയൊരു മറയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ നാം വല്ലാതെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. അവരുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും, ഉറപ്പാണ്. നമ്മളിപ്പോൾ അവർ നമുക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള പരാതിയും വിഷമമൊന്നും നമുക്കുണ്ടാവണ്ട. അത് നമുക്ക് റബ്ബ് തരും. അത് എപ്പോഴാണ് റബ്ബ് എന്ത് ചെയ്യുക? സമയമാകുന്ന സമയത്ത് അള്ളാഹു നമുക്കത് നൽകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മഹാനായ ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കടപ്പുറത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്ത് ജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ച്, ആ മനുഷ്യൻ 70 വർഷക്കാലം കടലിൻ്റെ ഉള്ളിലെ ഒരു മുത്ത്
ആ മുത്തിൻ്റെ ഉള്ളിൽ വലിയ സംരക്ഷണത്തോടുകൂടെ കഴിയാണ് ആ മനുഷ്യൻ പൊങ്ങി വന്ന് അവിടുന്ന് പിശാചിന് വഴി തെറ്റിക്കാത്തൊരു അവസ്ഥയിലേക്ക് എൻ്റെ മകനെ മാറ്റണേ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് 24,000 വർഷം ആ മുത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന, ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ഉമ്മയെ ബഹുമാനിച്ചു, ഉമ്മയെ സംരക്ഷിച്ചു, ഉമ്മയെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, ഇങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മുടെ അയൽപ്പക്കത്തായിരിക്കും, ജ്യേഷ്ഠൻ്റെ വീട്ടിലായിരിക്കും ഉമ്മ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സഹോദരിയുടെ വീട്ടിലായിരിക്കും ഉമ്മ ഉണ്ടായിരിക്കുക. നമ്മുടെ നാട്ടിലില്ലെങ്കിലും ഉണ്ടായാലും ഉമ്മയെ നമ്മുടെ വീട്ടിൽ നിർത്താനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതവർ വിളിച്ചാൽ വരൂല എന്നാണ് പലരും പറയാം. പക്ഷേ ഉമ്മയെ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിർത്തിയിട്ട് നമുക്ക് സ്വർഗം ഉണ്ടാക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.